പുതിയ ഓരോ സ്നാക്കുകളൊക്കെ വന്നപ്പോൾ നമ്മളാർക്കും വേണ്ടാന്നുള്ളൊരു പരാതി ഈ ഒരു സ്നാക്കിന് എന്തായാലും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ആരും ഉണ്ടാക്കുന്നൊന്നും കണ്ടിട്ടില്ല ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ സവാളയൊന്നും വേണ്ട കേട്ടോ, ചെറിയൊരു സവാള മാത്രം മതി. പിന്നെ അതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും, കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 3 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് ചിക്കൻ മസാല, പിന്നെ 2 നുള്ളി കായപ്പൊടി ഉണ്ടല്ലോ, കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് നമുക്ക് പുറത്തേക്ക് കിട്ടും കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് അങ്ങ് ടൈറ്റ് ആവരുത്, എന്നാൽ ഒരുപാട് ലൂസും ആവരുത്. ഒരു മീഡിയം കൺസിസ്റ്റൻസി, ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത് കേട്ടോ. നമുക്കിങ്ങനെ കോരി എണ്ണയിലേക്ക് ഇടാൻ പാകത്തിനുള്ള കൺസിസ്റ്റൻസി. പിന്നെ ലാസ്റ്റ് പൊരിച്ചെടുക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് 2 നുള്ളി ബേക്കിംഗ് സോഡ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പൊക്കവട തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായതിലേക്ക് നമുക്കിതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 2 സൈഡും ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള, പുറത്തേക്കുള്ള ക്രിസ്പി ആയിട്ട് ഉള്ളിലേക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പൊക്കവട റെഡി. ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് ഇതുപോലെ തയ്യാറാക്കിയെടുത്താൽ. അപ്പോൾ പൊക്കവട ഉണ്ടാക്കാൻ മറന്ന് കിടക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കിക്കോളൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. ബീഫോ ചിക്കനോ ഒന്നും ആവശ്യമില്ലല്ലോ. ഇഷ്ടമായാൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.